സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. സീറോ മലങ്കര സഭയിലെ ഒരു വിശേഷം സീറോ മലബാർ സഭാംഗങ്ങളുടെ കണ്ണു തുറപ്പിക്കുമോ? പുനരൈക്യ നായകൻ ധന്യനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് പിതാവിന്റെ മെത്രാഭിഷേക ശതാബ്ദിയാണ് വിശേഷം. അനുസരണക്കേടിനെതിരെ അനുസരണത്തിന്റെ വിശേഷം. ചുരുങ്ങിയ സമയം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് മലങ്കര സുറിയാനി ക്രൈസ്തവർക്ക് കത്തോലിക്ക സഭയിൽ ഒരു സ്വതന്ത്ര ഹൈറാർക്കി യാഥാർത്ഥ്യമാക്കിയ ചരിത്രം, അതിനുവേണ്ടി നടത്തിയ കഠിന പ്രയാണത്തിന്റെ നാൾവഴി, ഇങ്ങനെ പലതുമാണ് മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം. ദൈവം നൽകിയതിനെ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുവാൻ വത്തിക്കാന്റെ മുന്നറിയിപ്പ് ലഭിച്ച സീറോ മലബാർ സഭയ്ക്ക് ആ പിതാവിന്റെ ഓർമ്മ കണ്ണും കാതും തുറപ്പിക്കുന്ന സന്ദേശമാകണം. പഠിക്കേണ്ടുന്ന പാഠം ഏവരെയും ഈ ഓർമ്മയുടെ നാളുകൾ നന്നായി പഠിപ്പിച്ചെങ്കിൽ. പറയാൻ കാരണമുണ്ട്. 100 വർഷം മുമ്പ് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നടന്ന സംഭവത്തിന്റെ അനുസ്മരണമാണ് സീറോ മലങ്കര സഭയിലെ ഇന്നത്തെ വിശേഷം. ആബോ ഗീവർഗീസ് എന്ന വൈദികൻ 1925 മെയ് 1 ബഥനിയുടെ മെത്രാപ്പോലിത്തയായി അഭിഷേകം ചെയ്യപ്പെട്ട് ഗീവർഗീസ് മാർ ഇവാനിയോസ് ആയി എന്നതല്ല അതിന്റെ പ്രാധാന്യം. അവിടെ തുടങ്ങിയ ഒരു വലിയ പുറപ്പാടിന്റെ അനുഗ്രഹീതമായ അന്ത്യം. അതിനുവേണ്ടി മോശയെ പോലെ കഠിന പാതകൾ താണ്ടിയ മാർ ഇവാനിയോസിന്റെ ത്യാഗവും സമർപ്പണവും വിശ്വാസദാർഢ്യവും, ആ വിശ്വസ്തതയ്ക്ക് സ്വർഗം നൽകിയ പ്രതിഫലം, ഇതെല്ലാം എല്ലാ സഭാംഗങ്ങൾക്ക് പാഠവും പ്രചോദനവുമാകേണ്ടതാണ്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭ അപകടകരമായ അവസ്ഥയിലാണെന്ന വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഘത്തിന്റെ പരാമർശം നിലവിലുള്ളപ്പോൾ തിരുസംഘത്തിന്റെ വാക്കുകൾ മുന്നറിയിപ്പായും താക്കീതായും തിരിച്ചറിഞ്ഞ് ഉണരേണ്ടവരിൽ എത്ര പേർ, ഏതൊക്കെ തലങ്ങളിലുള്ളവർ അതിന് ചെവി കൊടുത്തിട്ടുണ്ട് എന്നത് ആശങ്കയുള്ള സഭാംഗങ്ങളുടെ ചോദ്യം. സാർവത്രിക കത്തോലിക്ക സഭ എന്ന കൂട്ടായ്മയാണ്, പൂർണ്ണ സത്യസഭ എന്ന ബോധ്യമാണ് മാർ ഇവാനിയോസിനെ നയിച്ചത്. താൻ അവിടെ എത്തുകയും ഒപ്പമുള്ളവരെ അവിടെ എത്തിക്കുകയും ചെയ്യേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന മനസാക്ഷിയുടെ കൽപ്പനയും. അതിന്റെ ഫലമായിരുന്നു ചെറിയൊരു അജഗണത്തെ താൻ ഉൾപ്പെട്ടിരുന്ന സഭാസമൂഹം വിട്ട് സാർവത്രിക സഭയാകുന്ന പരിശുദ്ധ മാതാവിന്റെ മടിത്തട്ടിലെത്തിച്ച ധീരപ്രയാണം. കഠിനതരമായ മാനുഷിക വേർപാടുകളുടെ വേദനയും ഹൃദയക്ഷതവും സഹിച്ചും മറ്റു പ്രതിബന്ധങ്ങളെ നേരിട്ടുമാണ് മടക്കമില്ലാത്ത ഇത്തരമൊരു യാത്രയ്ക്ക് മാർ ഇവാനിയോസ് പിതാവ് തയ്യാറായത്. അതിന് പ്രേരിപ്പിച്ചത് കത്തോലിക്ക സഭയുടെ ഐക്യത്തിലേക്കും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയോടുള്ള അനുസരണത്തിന്റെ കീഴിലേക്കും എത്തിച്ചേരാനുള്ള തീവ്രദാഹവും അഭിലാഷവും. അന്ന് മാർ ഇവാനിയോസിനെയും ഒപ്പമുള്ളവരെയും പരിശുദ്ധ പിതാവിനോടുള്ള അനുസരണത്തിന്റെ അരൂപി നയിച്ചെങ്കിൽ, അതിന് വിപരീതമായ മറ്റൊരു കാഴ്ച ഇന്ന് സീറോ മലബാർ സഭാംഗങ്ങളെ വേദനിപ്പിക്കുന്നു. സഭയിലെ ഒരു ഗണം ഞങ്ങളുടെ മാർപ്പാപ്പ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വരെയും ധിക്കരിച്ചവരായി മാറിയ കാഴ്ച. വൈദേശിക വ്യക്തികളുടെ അധികാരത്തിന് കീഴിലെ സഹനത്തിൽ നിന്നുള്ള മോചനവും സ്വതന്ത്ര ഹൈറാർക്കിയുടെ പദവിയും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചത് വൈകിയാണ്. ആ വൈകലിനേക്കാൾ കഠിനമാണ് വൈകി കിട്ടിയ പദവിയുടെ മൂല്യം ചിലരെങ്കിലും ഗ്രഹിക്കാതെ പോകുന്നതും അവർ നിമിത്തം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വലിയ ഗണം വിശ്വാസികൾക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പോലും കഴിയാതെ വന്നതും. വിശ്വാസ ജീവിതത്തിന് എല്ലാ സൗകര്യങ്ങളും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടും പലരുടെയും നിലമറന്ന നിലപാടുകൾ നിമിത്തം സീറോ മലബാർ സമൂഹം നേരിടേണ്ടി വരുന്നത്
ദൗർഭാഗ്യകരമായ അവസ്ഥ. ഒരു വിമത അൽമായന്റെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും സഭാ സമൂഹമാകെ വില കൊടുക്കേണ്ടുന്ന അവസ്ഥയ്ക്ക് കേട്ടുകേൾവിയുണ്ടോ? ആ വിമതനെ മുൻനിർത്തി ആരൊക്കെയോ നടത്തുന്ന നിഷേധ നീക്കങ്ങൾക്കും കേട്ടുകേൾവിയില്ല. ധിക്കാര സ്വരത്തെ പിന്തുണയ്ക്കുന്നത് ആരൊക്കെയായാലും അവർ മാർ ഇവാനിയോസ് പിതാവിനെ അനുസ്മരിക്കുന്നത് നല്ല പാഠമായിരിക്കും. മാർ ഇവാനിയോസും കൂട്ടരും അനുഭവിച്ചതിന്റെ ഗണ്യമായ ഒരു അംശം പോലും സീറോ മലബാർ സഭയിലെ നേതൃത്വത്തിൽ ആരും നേരിടേണ്ടി വരുന്നില്ല. അത്തരം സമ്മർദ്ദങ്ങളൊന്നും അവരുടെ മുമ്പിലില്ല. എന്നിട്ടും വിശ്വാസികളെ ആശ്വസിപ്പിക്കുന്ന നടപടി ഇനിയും അകലെ. സൗകര്യങ്ങളുടെ തികവ് കണ്ടല്ല ഇവാനിയോസ് പിതാവ് സാർവത്രിക സഭയിലേക്കുള്ള തന്റെ പ്രയാണം നിശ്ചയിച്ചതും കൂനൻ കുരിശിൽ കെട്ടിയ കയറിന്റെ ബന്ധനത്തിൽ നിന്ന് സുറിയാനി സമൂഹത്തിലെ ഒരു ഗണത്തെ മോചിപ്പിക്കാൻ കഠിനമായി യത്നിച്ചതും. സംശയരഹിതമായി പറയാം, സ്വന്തം രക്തത്തിലെ ക്ഷത്രിയ പാരമ്പര്യത്തെക്കാൾ ഉറച്ചതായിരുന്നു മാർ ഇവാനിയോസിന്റെ ആത്മാവിലെ രാജകീയ പൗരോഹിത്യത്തിന്റെ വീര്യം. അദ്ദേഹത്തെ പോലെ മറ്റൊരു മെത്രാപോലിത്ത കേരളത്തിലെ സഭാ സമൂഹങ്ങളിൽ ഉണ്ടായിട്ടില്ല. മെല്ലെ മാത്രം നീങ്ങാറുള്ള റോമിനെ വേഗം നീങ്ങുന്ന സ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞ വ്യക്തിത്വ വൈശിഷ്ട്യമായിരുന്നു മാർ ഇവാനിയോസിൻ്റെത്. സീറോ മലങ്കര സഭ എന്ന സ്വതന്ത്ര ഹൈറാർക്കിക്ക് പൂർണ്ണ സഭാ സംസ്ഥാനത്തിന് വേണ്ടുന്ന അനുവാദം 11-ാം പിയൂസ് മാർപ്പാപ്പയിൽ നിന്ന് നേരിട്ട് വാങ്ങി റോമിലെ കർദിനാൾമാരെ അദ്ദേഹം അമ്പരപ്പിച്ചു. അതിന് കഴിഞ്ഞത് പുനരൈക്യ നീക്കത്തോടുള്ള മാർപ്പാപ്പയുടെ താല്പര്യം കൊണ്ട് മാത്രമല്ല, പരിശുദ്ധ പിതാവിനെ മാർ ഇവാനിയോസിനോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടും കൂടിയായിരുന്നു. സ്വദേശത്തു മാത്രമല്ല, വിദേശത്തും നിരവധി ആധ്യാത്മിക രാഷ്ട്രീയ നേതാക്കളെ മിത്രങ്ങളാക്കുവാനും അവരുടെ ആദരം പിടിച്ചു പറ്റുവാനും കഴിഞ്ഞ മാർ ഇവാനിയോസിനെ പോലെ മറ്റൊരു കേരളീയ മെത്രാപോലിത്ത ഇല്ല. ആംഗ്ലിക്കൻ സഭ വിട്ട് കത്തോലിക്ക സഭയെ ആശ്ലേഷിച്ച വിശ്വവിശ്രുത സാഹിത്യകാരൻ GK ചെസ്റ്റർട്ടൺ ആദരവോടെ മിത്രമായി കണ്ട മെത്രാപോലിത്ത. യോഹന്നാൻ നാമധാരിയായ മാർ ഇവാനിയോസിനെ ഐതിഹാസിക ക്രൈസ്തവ വൈദിക സമ്രാട്ട് പ്രസ്റ്റർ ജോൺ എന്ന് ചെസ്റ്റർട്ടൺ വ്യംഗ്യമായി വിശേഷിപ്പിച്ചത് മെത്രാപോലിത്തയുടെ രൂപവും ഭാവവും ഒന്നുപോലെ ചെസ്റ്റർട്ടണിൽ സൃഷ്ടിച്ച മതിപ്പ് നിമിത്തം. അങ്ങ് മാർപ്പാപ്പയല്ലാത്തതിന് ദൈവത്തിന് നന്ദി എന്ന് ഒരു റോമിൽ വെച്ച് ഒരു കർദിനാളിനോട് നേരിട്ട് പറഞ്ഞയാളാണ് മാർ ഇവാനിയോസ്. പറഞ്ഞത് എന്തിനാണെന്ന് അറിയുമ്പോഴേ മാർ ഇവാനിയോസിന് അവിടെ ലഭിച്ചിരുന്ന അംഗീകാരം മനസ്സിലാകും. ഞാൻ മാർപ്പാപ്പ ആയിരുന്നെങ്കിൽ അങ്ങയെ കർദിനാൾ ആക്കിയേനെ എന്ന് പറഞ്ഞ കർദിനാളിനാണ് ഇങ്ങനെ ഒരു മറുപടി മാർ ഇവാനിയോസ് നൽകിയത്. 72 വർഷം മുമ്പ് നിത്യത പോകിയ മാർ ഇവാനിയോസിനെ കുറിച്ച് ഇന്നത്തെ സഭാംഗങ്ങൾക്ക് ഏറെയൊന്നും അറിവുണ്ടാകണമെന്നില്ല. എനിക്ക് തിരുവിതാംകൂറിൽ ആരെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസിനെയാണ് എന്ന് CP രാമസ്വാമി അയ്യർ പറഞ്ഞത് മെത്രാപോലിത്തയുടെ സാമർത്ഥ്യവും സ്വാധീന ശക്തിയും അറിഞ്ഞു തന്നെയാണ്. പിതാക്കന്മാർ കൂനൻ കുരിശിൽ കെട്ടിയ കയറിന്റെ ബന്ധനം തകർത്തത് താനാണെന്ന പ്രശംസയ്ക്ക് മാർ ഇവാനിയോസ് നൽകിയ മറുപടി ശ്രദ്ധേയം. താനല്ല, അനേകായിരങ്ങളുടെ കണ്ണുനീർത്തുള്ളികളാണ് ആ കയറിനെ ദ്രവിപ്പിച്ചതെന്ന്. സാർവത്രിക തിരുസഭയോടുള്ള അനുസരണം വിച്ഛേദിച്ചത് കണ്ണീരിന് കാരണമെന്ന് വിശ്വസിച്ച മാർ ഇവാനിയോസിന്റെയും വിശ്വാസികളുടെയും സ്ഥാനത്ത് മാർപ്പാപ്പയെ നിസ്സാരമായി ധിക്കരിക്കാൻ മടിക്കാത്ത സഭാംഗങ്ങളുടെ നാടായോ സീറോ മലബാർ സഭയുടെ നാട്? അങ്ങനെ ധിക്കരിക്കുന്ന ചിലരെ ഉയർത്തിക്കാട്ടാൻ മാർപ്പാപ്പ നേരിട്ട് നയിക്കുന്ന സഭാവിഭാഗത്തിലെ തന്നെ ചിലർ തയ്യാറാകുന്ന കാഴ്ചയും ഇപ്പോഴുണ്ട്. പുനരൈക്യത്തിന് വേണ്ടി അന്ന് മലങ്കര വിശ്വാസികൾ ലോകമെങ്ങുമുള്ള അനേകാര്യങ്ങളുടെ പ്രാർത്ഥന തേടി. മാർ ഇവാനിയോസിന്റെയും മാർ തിയോഫിലോസിന്റെയും പുനരൈക്യ നീക്കം തടസ്സങ്ങൾ നീങ്ങി വേഗം യാഥാർത്ഥ്യമാകാൻ
ആദ്യം പുനരയിക്കപ്പെട്ട ഒരു മലങ്കര വൈദികൻ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മധ്യസ്ഥം തേടി വിശുദ്ധയുടെ സഹോദരി മദർ ആഗ്നസിനെ കത്തയപ്പിച്ചു. ഇത്തരമൊരു വിശ്വാസ തീക്ഷ്ണത സീറോ മലബാർ സഭയിലെ ഇന്നത്തെ പ്രതിസന്ധി നീങ്ങാൻ സഭയിലെ എല്ലാ തലങ്ങളിലും ഉള്ളവർക്ക് ഉണ്ടോ? മുകൾ മുതൽ താഴെ വരെ ഓരോ സഭാംഗവും ചോദിക്കേണ്ട ചോദ്യം. പ്രാർത്ഥനയിൽ ഒരു കണ്ണുനീർത്തുള്ളി പോലും പൊഴിക്കാതെ സഭയിലെ വിപത്ത് നീങ്ങിപ്പോകും എന്നത് വ്യാമോഹമല്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പയെ ധിക്കരിച്ചവർക്ക് ദൈവവും കർത്താവുമെല്ലാം അവരുടെ ദുശാഠ്യം മാത്രമാണ്. ചെയ്ത കൃത്യങ്ങൾ കൊണ്ട് മതി വരാതെ അവരിൽ ഒരുവൻ സീറോ മലബാർ സഭയിലെ മേലധ്യക്ഷന്മാരെയും സമൂഹങ്ങളെയും അധിക്ഷേപിക്കാൻ മുതിരുന്നു. അയാളെ ഉപകരണമാക്കുന്നത് ആരായാലും ചെയ്യുന്നത് കഷ്ടമെന്നല്ലാതെ എന്തു പറയും? സീറോ മലബാർ സഭയാകെ കണ്ണും ചെവിയും തുറക്കേണ്ട സമയം, കണ്ണീർ പൊഴിക്കേണ്ട സമയം. അതിനുള്ള തീക്ഷ്ണത തങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓരോരുത്തരുമാണ്. ഇത് ഹരീഷ് വാസുദേവൻ എന്ന അഭിഭാഷകന്റെ പ്രീണന പ്രസംഗത്തിനുള്ള ചെറിയ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് നിശ്ചയമായും യോജിച്ചുകൊണ്ട് ഭരണഘടനയെ കുറിച്ച് പറയുന്ന പൊങ്ങച്ചത്തെ എതിർക്കട്ടെ. മുസ്ലിങ്ങളെല്ലാം രാജ്യം വിട്ടു പോകണമെന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്ന പ്രസ്താവനയോട് ആദരപൂർവം യോജിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം ഭരണഘടനയുണ്ടാക്കി ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ ജനങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ എന്ന പേരിൽ തീരുമാനിച്ചപ്പോൾ അതിൽ മതഭേദമൊന്നും നിർദ്ദേശിച്ചിരുന്നില്ല. അത്തരം തരംതിരിവുകൾ അനുവദിച്ചില്ല. എല്ലാ ഇന്ത്യക്കാരും സഹോദരങ്ങൾ എന്ന സങ്കല്പം വൈകാരികമായും എല്ലാ വ്യക്തികളും തുല്യരായ പൗരർ എന്ന സങ്കല്പം നിയമപരമായും നിലനിന്നു എന്നു മാത്രമല്ല, ഇന്ത്യ എന്ന രാഷ്ട്രസത്വത്തിന്റെ നിർമ്മിതിയിൽ എല്ലാ വിഭാഗത്തിനും ഇപ്പോൾ തീവ്രവാദികൾ നിമിത്തം പഴി കേൾക്കുന്ന മതവിഭാഗങ്ങൾക്കും പങ്കുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഈ മണ്ണിൽ മറ്റെല്ലാവരെയും പോലെ അവർക്ക് അവകാശമുണ്ട്. മുൻവിധിയോടെ എല്ലാ മുസ്ലിങ്ങളിലും രാജ്യവിരുദ്ധത ആരോപിച്ച് രാജ്യം വിടൂ എന്ന് ആജ്ഞാപിക്കുവാൻ ആർക്കാണ് അവകാശം? രാജ്യവിരുദ്ധത തെളിയിക്കപ്പെട്ടാൽ നിയമപ്രകാരം നടപടി എടുക്കാമെന്നല്ലാതെ രാജ്യം വിട്ടു പോകൂ എന്ന് കൽപ്പിക്കുവാൻ അപ്പോഴും ആർക്കും അധികാരമില്ല. പക്ഷേ ഹരീഷ് വാസുദേവൻ പറയുന്നത് കേട്ടാൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന മറ്റു പല രാജ്യത്തെയും ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളെ പരമാധികാരികളാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഭരണഘടനയ്ക്ക് നിത്യകാലം സ്വയം രക്ഷിക്കാൻ കഴിയുമെന്ന്. അങ്ങനെ സ്വയം രക്ഷിക്കാൻ കഴിയുന്ന ആനിമേറ്റഡ് സത്വമല്ല ഒരു ഭരണഘടനയും. ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയപ്പോൾ ഒന്നിച്ചുണ്ടായിരുന്ന തലമുറകൾ എടുത്ത ദൃഢമായ തീരുമാനം അതേ തീരുമാനമുള്ള തലമുറകളുടെ കയ്യിൽ മാത്രമേ ദൃഢമായി തുടരുകയുള്ളൂ. ഏതെങ്കിലും കാലത്ത് പാർലമെന്റിൽ വൻ ഭൂരിപക്ഷം നേടുന്ന ഏതെങ്കിലും അംഗീകൃത രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണഘടന താറുമാറാക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഹരീഷ് വാസുദേവൻ ദർശിക്കുന്ന കാര്യങ്ങൾക്ക് ഉറപ്പുള്ളൂ. മൃഗീയമായ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഭരണഘടന അട്ടിമറിക്കുവാൻ ഒരു രാഷ്ട്രീയ കക്ഷി ശ്രമിച്ചാൽ അതിനെ എന്ത് ത്യാഗം സഹിച്ചും എത്ര വലിയ വില കൊടുത്തും ചെറുത്ത ഉദാഹരണങ്ങൾ ഹരീഷ് വാസുദേവന് ചൂണ്ടിക്കാട്ടാൻ കഴിയും. എന്നാൽ ജനങ്ങളെ കീഴ്പ്പെടുത്തുന്ന സൈനിക ശക്തി, കമ്മ്യൂണിസ്റ്റ് ശക്തി തുടങ്ങിയവ അട്ടിമറിച്ച ഭരണഘടനകളും ജനാധിപത്യവും ജനബലം കൊണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞ ഏതെങ്കിലും ഉദാഹരണം അദ്ദേഹത്തിന് ലോക രാഷ്ട്രീയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇത്തരത്തിൽ അധികാരം പിടിച്ച സൈനികത്തെയോ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തെയോ അത് രാജതുല്യമായ കുടുംബവാഴ്ച ആയി മാറിയാൽ പോലും സ്വന്തം ഐക്യശക്തിയാൽ തുരത്തിയ എത്ര ജനസമൂഹം ആധുനിക ലോകത്തുണ്ട്?
അദ്ദേഹം ഓർത്തു നോക്കട്ടെ. ഉത്തര കൊറിയയുടെ കാര്യം പ്രത്യേകം ഓർമ്മിക്കുമല്ലോ. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അല്ലെങ്കിൽ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമോ സ്വാഭാവിക കാരണങ്ങളോ കൂടാതെ ഏത് ഭരണഘടനയോ ജനതയോ ആണ് അട്ടിമറിയെ സ്വന്തം നിലയ്ക്ക് പരാജയപ്പെടുത്തിയിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളുടെ വിവരണമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. വളരെ ലളിതമായി ഹരീഷ് വാസുദേവനോട് ചോദിക്കാനുള്ളത്, ജനസംഖ്യയിൽ ഇസ്ലാമികർ ഭൂരിപക്ഷമോ ഭൂരിപക്ഷത്തെ നേരിടാൻ മാത്രം ശക്തരോ ആയ ഏത് സമൂഹത്തിലാണ് ഇസ്ലാമിക ഭരണം ഉണ്ടാകാതെ പോയിട്ടുള്ളത് എന്നാണ്. മുസ്ലിം ഭൂരിപക്ഷമായിട്ടും മറ്റു മതങ്ങളെയും രാഷ്ട്രീയ കക്ഷികളെയും വിലക്കുകയോ രണ്ടാന്തരമാക്കുകയോ ചെയ്യാതെ നിലനിൽക്കുന്ന എത്ര രാജ്യങ്ങൾ ലോകത്തുണ്ട്? ജനസംഖ്യയിൽ ഇസ്ലാമികർ ഭൂരിപക്ഷമായാലും ആഗോള മതോപദേശകരുടെ സ്വാധീനത്തിനു വഴങ്ങി ജനാധിപത്യ ഭരണഘടന നീക്കുകയോ ഇസ്ലാമിക മതഭരണഘടന നടപ്പാക്കുകയോ ഇല്ല എന്ന് ലോകത്തെ ഏത് ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് ഹരീഷ് വാസുദേവന് ഉറപ്പ് പറയാൻ കഴിയും? ഇന്ത്യയിലെ കാര്യത്തിലെങ്കിലും ആ ഉറപ്പ് പറയാൻ ഹരീഷ് വാസുദേവന് കഴിയുമോ? പറഞ്ഞു വന്നത് ഇത്രമാത്രം. ഏത് സാഹചര്യത്തിലും ജനസംഖ്യയിൽ മതാധിപത്യവാദികൾ ഭൂരിപക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലും സ്വയം സംരക്ഷിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു നിയമസംഹിതയും ലോകത്തില്ല എന്നാണ്. ഭരണഘടനയുടെ ശക്തിയെക്കുറിച്ച് രാഷ്ട്രീയ കക്ഷികളെ കേൾപ്പിക്കാൻ ഉച്ചത്തിൽ പറയുന്ന ഹരീഷ് വാസുദേവന്റെ സ്വരം മതാധിപത്യവാദികളുടെ ഭൂരിപക്ഷ അവസ്ഥയിൽ ഉയരില്ല. ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ഇന്ത്യൻ ഭരണഘടന എന്ന ലോകത്തിലെ ഏറ്റവും മഹത്തായ രാഷ്ട്ര നിയമ സംഹിത നമ്മുടെ എല്ലാം ജീവന്റെയും സ്വത്തിന്റെയും ജീവിതത്തിന്റെ ആകെയും സംരക്ഷക കോട്ടയായി നാം കാണുന്ന നമ്മുടെ ഭരണഘടന ഇതുവരെ ഭദ്രമായി നിലനിന്നത് രാജ്യത്തെ ഹൈന്ദവ ഭൂരിപക്ഷ നിലകൊണ്ടാണ്. ക്രൈസ്തവ രാജ്യങ്ങളെ മതാധിനിവേശ ശക്തികൾ വളരെ എളുപ്പം കീഴ്പ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന സമകാലിക അനുഭവങ്ങൾ ഇക്കാര്യം സംശയരഹിതമായി കാട്ടിത്തരുന്നുണ്ട്. അപ്പോളജിസ്റ്റുകൾ രാഷ്ട്രീയ മതത്തിന്റെ ഗ്രന്ഥവും തീവ്ര ചിന്തകളും ഇതര മതവിദ്വേഷവും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മേലിൽ മതശക്തിയുടെ ഏകപക്ഷീയമായ ആധിപത്യ ശ്രമം വില പോകുമോ എന്നത് വേറിട്ട ചോദ്യം. എങ്കിലും ഇല്ല എന്ന് തറപ്പിച്ചു പറയാൻ ഇനിയും കാലമായിട്ടില്ല. ആധുനിക ക്രൈസ്തവ സമ്പ്രദായവും സ്വന്തം നില സംരക്ഷിക്കുന്നതിൽ ജാഗ്രത കാട്ടിയില്ല. അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വന്തവും ഗുണകരവുമായിരുന്നതിനെ അവർ അവഗണിച്ചു. യൂറോപ്പിൽ ജാഗ്രത ഉണ്ടാകാൻ വളരെ വൈകി. അമേരിക്കയും കണ്ണു തുറന്ന് തുടങ്ങിയിട്ടേയുള്ളൂ. ഇസ്ലാമിക വിപ്ലവത്തിന് മുന്നിൽ പിടിച്ചു നിന്നിട്ടുള്ള ജനാധിപത്യ ഭരണഘടനകളുടെയും ഭരണക്രമത്തിന്റെയും ലിസ്റ്റ് തയ്യാറാക്കി നോക്കിയാൽ പിടികിട്ടും ഇസ്ലാമിക ലോകത്ത് മതനിരപേക്ഷതയ്ക്ക് എന്ത് സ്ഥാനമുണ്ടെന്ന്. വേണ്ട, രാജ്യത്തെന്നല്ല കേരളത്തിൽ തന്നെ മതത്തിന്റെ പോക്കറ്റുകളിൽ ഇതര മതസ്ഥർ നേരിടുന്ന അധിനിവേശ പ്രവണത മാത്രമെങ്കിലും ഹരീഷ് വാസുദേവനെ പോലുള്ളവർ നേരിട്ട് അന്വേഷിച്ചറിയുന്നത് നന്നായിരിക്കും. ബ്രിട്ടനിൽ ജോലി തേടുന്നവരെ ഞെട്ടിക്കുന്ന മത റിക്രൂട്ട്മെന്റും മതപ്രചരണവും സംബന്ധിച്ച വാർത്തകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇസ്ലാമിക സമൂഹങ്ങളുടെ ചരിത്രം മറന്ന് ഭരണഘടന എന്ന മനുഷ്യനിർമ്മിതമായ ഒന്ന് സ്വയവും ജനങ്ങളെയും എക്കാലവും സംരക്ഷിക്കുമെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധം തന്നെയാണ്. ബോധപൂർവമായ മതപ്രീണനമല്ലെങ്കിൽ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.